ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീ സദ്ഗുരു ചരണാരവിന്ദാഭ്യാം നമഃ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഈ ബ്രഹ്മം ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് സാന്ദർഭികമായി ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. അതായത് അസന്നേവസ ഭവതി എന്നും പറഞ്ഞ് തുടങ്ങുന്ന ആ ഉപനിഷത് വാക്യത്തിന്റെ ഭാഷ്യവരികളിലാണ് ഈ ചർച്ച ഇവിടെ സംഗതമാകുന്നത്. തത്ര അസദേവ ബ്രഹ്മ ഇത്യാശങ്ക്യത്തെ കസ്മാത് യദസ്തി തദ് വിശേഷതോ ഗൃഹ്യത്തെ. ബ്രഹ്മം ഇല്ലാത്തതാണ്, അസത്താണ്, ആശങ്കയുണ്ട്. ഇത്യാശങ്ക്യത്തെ, ബ്രഹ്മ അസദേവ, ബ്രഹ്മം ഇല്ല. കസ്മാത്, എന്തുകൊണ്ട്? യദസ്തി തദ് വിശേഷതോ ഗൃഹ്യത്തെ, അത് നമുക്ക് ഗ്രഹിക്കാം, വിശേഷ രൂപത്തിൽ ഗ്രഹിക്കാവുന്നതാണ് ഉണ്ടെങ്കിൽ. എന്നാസ്തി തന്ന ഉപലഭ്യത്തെ, ഇല്ലാത്തത് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതുമല്ല. ഏതുപോലെ? ശശവിഷാണവത്, മുയൽക്കൊമ്പ് പോലെ. മുയൽക്കൊമ്പ് എന്നൊരു വസ്തു ഇല്ല. എങ്ങനെ? അങ്ങനെ അതിനെ അങ്ങനെ ഒന്നിനെ നാം കാണുന്നില്ല, ആരും കണ്ടിട്ടില്ല. ഇതിനു മുമ്പും കണ്ടിട്ടില്ല, ഇപ്പോഴും കാണുന്നില്ല, ഇനിയും കാണാൻ സാധ്യതയില്ല. അപ്പോ മുയൽക്കൊമ്പ് എന്ന ആ ഒരു വസ്തുത ഇല്ലാത്തത് കൊണ്ട് അസത്ത് എന്ന് നമുക്ക് പറയാം. ഉണ്ടെങ്കിൽ ഗ്രഹിക്കപ്പെടുമായിരുന്നു. പ്രപഞ്ചത്തില് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതും അനുമാനം മുതലായ പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കാൻ നേരിട്ട് കാണുന്നില്ലെങ്കിലും, ഇപ്പോൾ പർവ്വതത്തിൽ പുക കാണുമ്പോൾ അവിടെ തീ ഉണ്ടെന്ന് നാം അനുമാനിക്കുന്നതും, അതേപോലെ മറ്റു പ്രമാണങ്ങളെ കൊണ്ടും മനസ്സിലാക്കാവുന്നതായ വസ്തുക്കൾ പോലെ ബ്രഹ്മം ഗ്രഹിക്കപ്പെടുന്നില്ല. വിശേഷത്തോ ന ഗൃഹ്യത്തെ. അതുകൊണ്ട് നാസ്തി തഥാന ഉപലഭ്യത്തെ ബ്രഹ്മ തസ്മാത് വിശേഷതഃ അഗ്രഹണാത് നാസ്തി. വിശേഷ രൂപത്തിൽ അത് ഗ്രഹിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് ബ്രഹ്മമില്ല എന്ന് പൂർവപക്ഷം. അതാണ് അവരുടെ ബ്രഹ്മമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളായ വ്യക്തികളുടെ, ഈശ്വരൻ എന്ന് പറയാം, നിരീശ്വരവാദികളായ വ്യക്തികളുടെ അഭിപ്രായം. ഇതിനെ നാം ഇനി നമ്മുടെ രീതിയിൽ, അതായത് ബ്രഹ്മമുണ്ട് എന്ന് സാധിക്കാനുള്ള യുക്തികളും ഉപപത്തികളും ഒക്കെ ആയിട്ടുള്ള ഉപനിഷത്തിന്റെ വ്യാഖ്യാനമാണ് ഇനി വരാൻ പോകുന്നത്. തന്ന ആകാശാദികാരണത്വാത് ബ്രഹ്മണ. വളരെ ഇതുവരെ നാം മനസ്സിലാക്കിയതിൽ വളരെ സൂക്ഷ്മമായ ഒരു വസ്തു ആകാശം. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എങ്കിലും ഈ ആകാശം ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. ആകാശത്തിലൂടെയാണ് ശബ്ദ തരംഗങ്ങൾ സഞ്ചരിക്കുന്നത് എന്നൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആധുനിക ശാസ്ത്രവും അതിന് ഉപോത്ബലകമാണ്. ആകാശാദി കാരണത്വാത്, ആകാശം മുതലായവയുടെ കാരണം ആയതുകൊണ്ട്. ഇതുവരെ നാം പഠിച്ചത് ആകാശത്തിൽ നിന്നും വായു, വായുവിൽ നിന്നും അഗ്നി, അഗ്നിയിൽ നിന്നും ജലം, ജലത്തിൽ നിന്നും പൃഥിവി, പൃഥിവിയിൽ നിന്നും ഓഷധികൾ, ഓഷധികളിൽ നിന്നും അന്നം, അന്നത്തിൽ നിന്നും മനുഷ്യൻ ഉണ്ടാകുന്നു എന്നാണ്. അപ്പോ
ആകാശം മുതലായവയുടെ കാരണമായി അംഗീകരിക്കേണ്ടതായ അതിസൂക്ഷ്മമായ ഒരു വസ്തുത ഉണ്ട്. അതാണ് പറയുന്നത് ആകാശാദി കാരണത്വാത് ബ്രഹ്മണ. അപ്പൊ നിങ്ങളുടെ ആശങ്ക ശരിയല്ല. എന്തെന്നാൽ ബ്രഹ്മം ആകാശാദികളുടെ കാരണമാകുന്നു. നാസ്തി ബ്രഹ്മ. അതുകൊണ്ട് നാസ്തി ബ്രഹ്മ എന്ന് പറയും. എന്ന് വെച്ചാൽ ബ്രഹ്മ നാസ്തി ന അസ്തി എന്ന് ഉറപ്പിക്കാം. എന്തുകൊണ്ട്? ആകാശാദി സർവം കാര്യം ബ്രഹ്മണോ ജാതം ഗൃഹ്യത്തെ. ആകാശം മുതലായ കാര്യവസ്തുക്കളെല്ലാം തന്നെ ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായതാണെന്ന് ഗ്രഹിക്കപ്പെടുന്നു, മനസ്സിലാക്കപ്പെടുന്നു. യുക്തികൾ കൊണ്ടും മറ്റ് ശ്രുതി കൊണ്ടുമൊക്കെ നാം മനസ്സിലാക്കി. നാസ്തീതി യദസ്തീതി യസ്മാച്ച ജായതേ കിഞ്ചിത് തദസ്തീതി ദൃഷ്ടം ലോകേ. ഏതിൽ നിന്നാണോ ഉണ്ടാകുന്നത്, യസ്മാച്ച ജായതേ കിഞ്ചിത്, ഏതിൽ നിന്നും യാതൊന്നാണോ ഉണ്ടാകുന്നത്, തദസ്തി ഇതി ദൃഷ്ടം ലോകേ. അപ്പോൾ ആ കാരണവസ്തു ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യഥാ ഘട അങ്കുരാദി കാരണം. ഇതാ വരാം. തദസ്തി ഇതി ദൃഷ്ടം ലോകേ. ലോകത്തിൽ അത് കാണപ്പെടുന്നതാണ്. ഇപ്പോ ഘട അങ്കുരാദി കാരണം മൃത് ബീജാദി. ലോകത്തിൽ കാര്യകാരണ ഭാവമുണ്ട്. ദി റിലേഷൻ ഓഫ് കോസാലിറ്റി ബിറ്റ്വീൻ ദി പ്രോഡക്ട്സ്. എങ്ങനെ? ഒരു വസ്തു കാരണം മൃത്ത്, മണ്ണ് കാരണം അതിൽ നിന്നും ഘടം ഉണ്ടാകും. അതുപോലെ ബീജം, വിത്ത് കാരണം അതിൽ നിന്നും അങ്കുരം, മുള ഉണ്ടാകുന്നു. തസ്മാത് ആകാശാദി കാരണത്വാത് അസ്തി ബ്രഹ്മ. അങ്ങനെ അപ്പോ ആകാശാദികളുടെ കാരണവസ്തുവായി സൂക്ഷ്മമായ ഒരു വസ്തുവുണ്ട്. ലോകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ലോകത്തിൽ സ്വാഭാവികമായി കാണപ്പെടുന്നതായ ഒരു കാര്യകാരണഭാവം. എല്ലാ വസ്തുക്കൾക്കും ഒരു കാരണമുണ്ട്. മൂലകാരണം അന്വേഷിച്ചു പോകുമ്പോൾ അത് ബ്രഹ്മത്തിൽ ചെന്ന് അവസാനിക്കും എന്നാണ് സിദ്ധാന്തം. നച അസതോ ജാതം കിഞ്ചിത് ഗൃഹ്യത്തെ ലോകേ കാര്യം. അസത്തായ ഒന്നിൽ നിന്നും, ഇല്ലാത്തതായ ഒന്നിൽ നിന്നും മറ്റൊന്നും ഉണ്ടാകുന്നതല്ല എന്ന് ലോകത്തിൽ നാം മനസ്സിലാക്കാം. ലോകത്തിലെ ഉദാഹരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കാര്യം അഭാവത്തിൽ നിന്നും ഭാവം ഉണ്ടാകുന്നതല്ല. ഇത് ഭഗവത്ഗീതയിലും സ്പഷ്ടമാക്കിയിട്ടുണ്ട് ഈ ഒരു വസ്തുത. അതായത് നാസതോ വിദ്യതോ ഭാവ ന അഭാവോ വിദ്യത്തെ സത എന്ന്. ന അസതോ വിദ്യത്തെ ഭാവ. ഇല്ലാത്തതിൽ നിന്നും ഭാവപദാർത്ഥം ഒന്നും ഉണ്ടാകുന്നതല്ല. ഇപ്പോ വിത്ത് ഏതെന്ന് നാം കാണുന്നില്ല, പക്ഷേ അങ്കുരം, മുള കാണുന്നു. മണ്ണ് ഏതാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതല്ല, പക്ഷേ മണ്ണിന്റെ പരിണാമമായ ഘടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ നമുക്ക് ലോകത്തിൽ നച അസതോ ജാതം കിഞ്ചിത് ഗൃഹ്യത്തെ ലോകേ കാര്യം. ഇതൊരു യുക്തിയാണ്. ആചാര്യസ്വാമികൾ തന്റെ സിദ്ധാന്തം ഇവിടെ കെട്ടിപ്പടുക്കുന്നത് ശ്രുതി, യുക്തി, അനുഭവം എന്നതിൻ്റെ ഈ 3 പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോഴാണ് യുക്തിക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ശ്രുതി പലതും പറഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മമുണ്ടെന്ന് ശ്രുതി അനവധി സ്ഥലങ്ങളിൽ ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇപ്പൊ യുക്തി കൊണ്ട് അതിനെ നാം മനനം ചെയ്യുകയാണ്, ദൃഢീകരിക്കുകയാണ്. ഈ ഉള്ള വസ്തു ഏതാണ്, അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള യുക്തി പ്രത്യുക്തികളിലൂടെ അതിൻ്റെ അസ്തിത്വം സ്ഥൂണാഖനന ന്യായേന. അതായത് പണ്ടുകാലത്തൊക്കെ ഈ തൂണ് ഉറപ്പിക്കാൻ ആയിട്ട് ഒന്ന് ഇളക്കി നോക്കും. പണ്ടുകാലത്ത് ഈ പന്തൽക്കാൽ നാട്ടുക എന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു. പണ്ടുകാലത്ത് ഉത്സവങ്ങളിലുമൊക്കെ. അതുപോലെ പണ്ട് ഗ്രാമപ്പുറങ്ങളിലെ ഈ കല്യാണ ഇതിനു മുമ്പൊക്കെ കല്യാണം മുതലായ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു നല്ല ദിവസം നോക്കി പന്തൽക്കാൽ നാട്ടുക എന്ന് പറയും. ഒരു പന്തലിടും, ഒരു വലിയ പന്തൽ. ആ പന്തലിന് പ്രധാനമായ ഒരു കാലുനാട്ട് ഉണ്ട്. അത് സ്ഥൂണാഖനനം. അത് ഉറച്ചു കഴിഞ്ഞു എന്ന് നോക്കാനായിട്ട് ഒന്ന് ഇളക്കി നോക്കും. അതാണ് സ്ഥൂണാഖനന ന്യായം എന്ന് പറയുന്നത്. ഇതാണ് ഈ യുക്തി പ്രത്യുക്തികൾ കൊണ്ട് ഇവിടെ സാധിക്കുന്നത്. അസതശ്ചേത് നാമരൂപാദി കാര്യം നിരാത്മകത്വാത് നോപലഭ്യേത. നാമരൂപാദി പ്രപഞ്ചം, ഈ പ്രപഞ്ചം എങ്ങനെയുള്ളതാണ്?
നാമരൂപ പ്രപഞ്ചമാണ്. നാമം, രൂപം മുതലായവയൊക്കെ ഉണ്ട്. ഓരോന്നിനും ഒരു നാമമുണ്ട്, ഒരു രൂപമുണ്ട്. അങ്ങനെ നാമരൂപാധികമായ ഈ പ്രപഞ്ചം അത് അസതാണെങ്കിൽ, ഇല്ലാത്തതാണെങ്കിൽ, നിരാത്മകത്വാത് നോപലഭ്യത, ഇല്ലാത്ത ഒരു വസ്തുവിൽ നിന്നും ഉണ്ടാകുന്ന ആയിരിക്കുമല്ല, ഉണ്ടായിരിക്കേണ്ടതല്ല അത്. അപ്പോ ഉപലഭ്യതേതു തസ്മാത് അസ്തി ബ്രഹ്മ. നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം നാം അംഗീകരിക്കുന്നുണ്ടല്ലോ, അത് ഉണ്ടായതാണല്ലോ. എങ്കിൽ തസ്മാത് അസ്തി ബ്രഹ്മ, അതിന്റെ മൂലകാരണമായ ബ്രഹ്മം ഉണ്ടെന്ന് അംഗീകരിക്കണം. അസതശ്ചേത് കാര്യം ഗൃഹ്യമാണമപി അസത് അന്വിതമേവ സ്യാത്. അസത്തായ ഒരു വസ്തുവിൽ നിന്നും ഉണ്ടായ കാര്യവസ്തു ആണെങ്കിൽ അതും അസത്തായിരിക്കണം. ഇല്ലാത്തതിൽ നിന്നും ഒരു വസ്തു ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ഇല്ലാത്തതായിരിക്കണം. അതാണ് ന്യായം. ന ചൈവം തസ്മാത് അസ്തി ബ്രഹ്മ. അങ്ങനെ ഈ യുക്തിയിലൂടെ ബ്രഹ്മം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു മനസ്സിലാക്കാം. തത്ര കഥം അസത സജ്ജായേത ഇതി ശ്രുത്യന്തരം. മറ്റൊരു ശ്രുതി ഛാന്തോക്യത്തിൽ പറയുന്നുണ്ട്, കഥം അസതഃ സജ്ജായേത, അസത്തായ ഒന്നിൽ നിന്നും, ഇല്ലാത്തതിൽ നിന്നും, ഇല്ലായ്മയിൽ നിന്നും ഒരു വസ്തു എങ്ങനെ ഉണ്ടാകും? ഇതി ശ്രുത്യന്തരം അസതഃ സജ്ജന്മ അസംഭവം അന്വാചഷ്ടയ ന്യായതഃ. ഇതൊരു ന്യായമാണ്, ലോജിക്കാണ്. അങ്ങനെ ശ്രുത്യന്തരം മറ്റൊരു ശ്രുതിയിലൂടെ അസതഃ സജ്ജന്മ അസംഭവം, അസത്തായ ഒന്നിൽ നിന്നും സത്തായ ഒന്നുണ്ടാകുന്നു എന്നുള്ളതിനെ നിരാകരിക്കുന്നതായ ഈ യുക്തി എന്ന്. തസ്മാത് സദൈവ ബ്രഹ്മേതി യുക്തം. അതുകൊണ്ട് ബ്രഹ്മമുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനി അടുത്ത ചോദ്യം, അടുത്തത്. അപ്പോ ബ്രഹ്മം സത്ത് തന്നെയാണെന്ന് പറയുന്നത് യുക്തമാണ് നമുക്ക് ഈ യുക്തി അനുസരിച്ച്. തസ്മാത് തദ്യതി മൃഗ്ബീജാധിപത് കാരണം സ്യാത് അചേതനം തർഹി. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കുകയാണ് പൂർവപക്ഷി. ഇല്ല, ബ്രഹ്മമില്ലെന്ന് വാദിക്കുന്ന ആ ഒരു നിഷേധി ചോദിക്കുകയാണ്, തദ്യതി മൃഗ്ബീജാധിപത് കാരണം സ്യാത്. ബ്രഹ്മം, ഈ പറയപ്പെടുന്ന ബ്രഹ്മം, സർവകാരണമായി നിങ്ങൾ അംഗീകരിക്കുന്നതായ ആ ബ്രഹ്മം ഇപ്പോ മൃത്ത്, ബീജം, അതായത് മണ്ണ്, വിത്ത് മുതലായതു പോലെയുള്ള കാരണമാണെങ്കിൽ അചേതനവുമായിരിക്കും. കാരണം ഈ വസ്തുക്കളെല്ലാം അചേതനമാണല്ലോ. ഘടപടാദി വസ്തുക്കൾ അചേതനമാണ്. മണ്ണിൽ നിന്നും വിത്തിൽ നിന്നും ഉണ്ടാകുന്ന അങ്കുരം, മുള, അത് അചേതനമാണ്. അപ്പൊ ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം അചേതനമെന്ന് തന്നെ നിങ്ങൾ വാദിക്കുമ്പോൾ അതിന് കാരണമായ ബ്രഹ്മവും അചേതനമായിരിക്കുമല്ലോ എന്നാണ് ചോദ്യം. തദ്യതി മൃഗ്ബീജാധിപത് കാരണം സ്യാത്. ഇപ്പോ സിദ്ധാന്തി പറഞ്ഞു തന്ന ഉദാഹരണം എന്താ? മൃഗ്ബീജമാണ്. മൃത്ത് മണ്ണ്, ബീജം വിത്ത്. മൃത്തിൽ നിന്നും കുടമുണ്ടാകുന്നു, ബീജത്തിൽ നിന്നും അങ്കുരമുണ്ടാകുന്നു, വിത്തിൽ നിന്നും മുള ഉണ്ടാകുന്നു. ഇതൊക്കെ നാം കാണുന്നതാണ്. ഇതൊക്കെ ചേർന്നതാണ് നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം. ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം അചേതനമാകുമെങ്കിൽ ബ്രഹ്മവും അചേതനമല്ലേ? ആ കാരണമായ ബ്രഹ്മവും അചേതനമായിരിക്കുന്നതല്ലേ യുക്തം എന്ന് പ്രതിവാദി ചോദിക്കുന്നു. അതിന് സമാധാനം പറയുകയാണ്, ബ്രഹ്മം അചേതനമല്ല, ചൈതന്യമാണ് ബ്രഹ്മം. എന്തുകൊണ്ട്? കാമയിതൃത്വാത്. അതിന് ആഗ്രഹമുണ്ട്, കാമമുണ്ട്. കാമം എന്ന് പറഞ്ഞാൽ ഇവിടെ സാമാന്യമായ ആഗ്രഹം എന്നർത്ഥം. കാമം എന്ന് പറഞ്ഞാൽ നിശ്ചിതാർത്ഥത്തിലല്ല, നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ നാം ഗ്രഹിക്കുന്നതായ ആ അർത്ഥമല്ല. കാമം എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള ആഗ്രഹം എന്നുള്ള അർത്ഥത്തിൽ. നഹി കാമയിത്ര അചേതനമസ്തി ലോകേ. കാമയിതാവ്, ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ, ആഗ്രഹം എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്നവൻ ഒരാളുണ്ട്. അയാള് അചേതനനായിരിക്കുന്നതല്ല. ലോകത്തിൽ അതറിയാം. നമ്മൾക്ക് ആഗ്രഹിക്കുന്നു, നമുക്കൊക്കെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ ബ്രഹ്മത്തിന് കാമയിതൃത്വം ഉണ്ട്, ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം എന്നൊക്കെ പിന്നീട് ഇപ്പൊ വ്യക്തമാക്കുകയാണ്. നഹി കാമയിതൃ
അചേതനമസ്തി ലോകെ സർവജ്ഞം ഹി ബ്രഹ്മം ഇത്യവോചാമ. അതായത് അചേതനമായിട്ടുള്ളത് കാമിക്കുന്നതായി ലോകത്തിൽ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ബ്രഹ്മം സർവജ്ഞമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സർവജ്ഞം ഹി ബ്രഹ്മം ഇതി അവോചാമ. അതിനാൽ കാമയതൃത്വവും അതിൽ ഉള്ളത് അംഗീകരിക്കാം. അതഹ കാമയതൃത്വോ ഉപപത്തി. അപ്പൊ വീണ്ടും ഒരു ചർച്ചയായി. ബ്രഹ്മത്തിന് എങ്ങനെ കാമനയുണ്ടാകുന്നു, ആഗ്രഹമുണ്ടാകുന്നു? കാമയതൃത്വാത് അസ്മദാധിപത് അനാപ്ത കാമമിതി ചേത്. കേട്ടോ, പൂർവപക്ഷിയുടെ വാശി കണ്ടോ? ബ്രഹ്മം അവാപ്ത സമസ്ത കാമമാണ്. ബ്രഹ്മത്തിന് ആഗ്രഹിച്ചു സാധിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല. നമ്മളെ പോലെ നമുക്കങ്ങനെയല്ല. ഒരുപാട് കാമനകളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അനേകം വർഷങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് അസുലഭമായ പലതും ലഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് മോഹങ്ങൾക്ക് ഒട്ടും കുറവില്ല. 1 കിട്ടിയാൽ 10, 10 കിട്ടിയാൽ 100, 100 കിട്ടിയാൽ 1000 എന്ന രീതിയിലുള്ള നമ്മുടെ ഈ ഒരു ആഗ്രഹത്തിന് ഒട്ടും അന്ത്യം വരുന്നതല്ല. ആ ആഗ്രഹം ഒരിക്കലും അവസാനിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മളെ എന്താ പറയുക? അനാപ്തകാമാഹ. ഒരിക്കലും തീരാത്ത കാമനയോടുകൂടിയുള്ളവരാണ് നാം. കാമയതൃത്വാത് അസ്മദാധിപത്ത്. ബ്രഹ്മത്തിന് കാമയതൃത്വം ഉണ്ടെന്ന് പറഞ്ഞു. ദ ഫാക്കൽറ്റി ഓഫ് തിങ്കിങ്. അതാണ് വാസ്തവത്തിൽ അവിടെ ഈ ബ്രഹ്മത്തിന്റെ കാമം എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ളതല്ല. ദ തിങ്കിങ് ഫാക്കൽറ്റി. കാമയതൃത്വാത് അസ്മദാധിപത് അനാപ്ത കാമമിതി ചേത്. പൂർവപക്ഷി സംശയിക്കുന്നു. നമ്മൾ അനാപ്ത കാമന്മാരാണ്, ഒരിക്കലും ഒടുങ്ങാത്ത കാമനയോട് കൂടിയുള്ളവരാണ്. അതുപോലെ ബ്രഹ്മവും അനാപ്ത കാമമാണെന്ന് പറഞ്ഞാലോ എന്ന്. എന്തുകൊണ്ട്? ഈ കാമയതൃത്വം ഉള്ളത് കൊണ്ട്. ചൈതന്യമാണ് വാസ്തവത്തിൽ കാമയതൃത്വം എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മത്തിന് കാമയതൃത്വം ഉണ്ടെങ്കിൽ, കാമനയുണ്ടെങ്കിൽ, ബ്രഹ്മം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോലെ പറ്റും പോലെ ആണെങ്കിൽ അതും അനാപ്ത കാമങ്ങളാണ്. കാമങ്ങളെല്ലാം ലഭിച്ചിട്ടില്ലാത്തതാണെന്ന് വരുമല്ലോ. അപ്പൊ അതിന് മറുപടി പറയാം. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഈ യുക്തി പ്രത്യുക്തികൾ കൊണ്ട് തൻ്റെ ഈ സിദ്ധാന്തം കെട്ടിപ്പടുക്കുന്നത് എന്ന് നോക്കുക. അത് ശരിയല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. സിദ്ധാന്തി പറയുകയാണ് സ്വാതന്ത്ര്യാത്. അങ്ങനെയല്ല. എന്തെന്നാൽ ബ്രഹ്മം സ്വതന്ത്രമാകുന്നു. യഥാ അന്യാൻ പരവശീകൃത്യ കാമാദിദോഷാ പ്രവർത്തയന്തി ന തഥാ ബ്രഹ്മണഃ പ്രവർത്തകാഃ കാമാഃ. മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് അതിന്റെ ക്രക്സ്. എന്തെന്നാൽ ബ്രഹ്മം സ്വതന്ത്രമാണ്. കാമാദിദോഷങ്ങൾ മറ്റുള്ളവരെ അടിമപ്പെടുത്തി പ്രവർത്തിപ്പിക്കുന്നു. നമ്മെപ്പോലുള്ളവരെ കാമാദി ദോഷങ്ങൾ അടിമപ്പെടുത്തിയാണ് പ്രവർത്തിപ്പിക്കുന്നത്. അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്ന്. വീട് വേണം, വാഹനം വേണം, പിന്നെ ധനം വേണം, സ്വത്തുക്കൾ വേണം, ഭാര്യ വേണം, കുടുംബം വേണം, കുട്ടികൾ. ഇങ്ങനെ ഒരിക്കലും തീരാത്തതായ ഈ കാമനകൾ നമ്മെ അടിമപ്പെടുത്തി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കാമാദി ദോഷാഹ. നമ്മുടെ കാമമെല്ലാം ദോഷപ്രയുക്തമാണ്, ദോഷസഹിതമാണ്. കാമാദി ദോഷങ്ങൾ മറ്റുള്ളവരെ അടിമപ്പെടുത്തി പ്രവർത്തിപ്പിക്കുന്നത് പോലെ നമ്മയൊക്കെ. അതുപോലെയുള്ള ഒരു കാമമല്ല ബ്രഹ്മത്തിന്റെ എന്ന് പറയുന്നു. ന തഥാ ബ്രഹ്മണ പ്രവർത്തകാഃ കാമാഃ. ബ്രഹ്മത്തിനെ പ്രവർത്തിപ്പിക്കുന്നതായ ആ കാമം ഉണ്ടല്ലോ, ആഗ്രഹം ഉണ്ടല്ലോ, അത് ഒരിക്കലും നമ്മെപ്പോലെയുള്ള, ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങളുള്ള നമ്മെപ്പോലുള്ളവരുടെ കാമം പോലെ അല്ല എന്ന്. എന്തുകൊണ്ട്? കഥം തർഹി സത്യജ്ഞാനലക്ഷണാഃ സ്വാത്മഭൂതത്വാത് വിശുദ്ധാഃ. ബ്രഹ്മത്തിന്റെ കാമം എന്ന് പറയുന്നത് സത്യജ്ഞാന രൂപമാണ്.
ബ്രഹ്മത്തിന്റെ സ്വാത്മഭൂതങ്ങളായതുകൊണ്ട് ബ്രഹ്മത്തിന്റെ നിയന്ത്രണത്തിൽ വരുന്നത് കൊണ്ട് സത്യജ്ഞാന സ്വരൂപങ്ങളും ബ്രഹ്മത്തിന്റെ സ്വാത്മഭൂതമായതും കൊണ്ട് അവ വിശുദ്ധമാണ്. ആ കാമം വിശുദ്ധമാണ്. അവയാൽ ബ്രഹ്മം പ്രവർത്തിപ്പിക്കപ്പെടുന്നില്ല. അങ്ങനെയുള്ള കാമനകളാലല്ല ബ്രഹ്മം പ്രവർത്തിക്കുന്നത്. പ്രാണികളുടെ കർമ്മങ്ങളെ അപേക്ഷിച്ച് അവയെ പ്രവർത്തിപ്പിക്കുന്നത് ബ്രഹ്മമാണ്. പക്ഷേ ബ്രഹ്മത്തിന് കാമത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. നമുക്കുണ്ടോ? നമുക്ക് സ്വാതന്ത്ര്യമില്ല. ന തൈഹി ബ്രഹ്മ പ്രവർത്യത്തെ. ദോഷപ്രയുക്തമായ കാമങ്ങളെ കൊണ്ടല്ല ബ്രഹ്മം പ്രവർത്തിക്കുന്നത്. തേഷാം തു തത് പ്രവർത്തകം. ഫാന ഒന്ന് പോട്ടിട്ട് പോയ ദേശ പോടും. ന തത് പ്രവർത്തകം ബ്രഹ്മ പ്രാണികർമാപേക്ഷയാ. തേഷാം തു തത് പ്രവർത്തകം ബ്രഹ്മ. നമ്മെപ്പോൾ ഉള്ളവരുടെ കാമനകളെയെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ബ്രഹ്മമാണ്. ന തത് പ്രവർത്തകം തേഷാം തു തത്പ്രവർത്തകം ബ്രഹ്മ പ്രാണികർമ്മ അപേക്ഷ. നമ്മുടെ കർമ്മത്തിന് അനുസരണമായി നമ്മെ ചിന്തിപ്പിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം ബ്രഹ്മമാണ്. തസ്മാത് സ്വാതന്ത്ര്യം കാമേഷു ബ്രഹ്മണഃ. പ്രാണികളുടെ കർമ്മങ്ങളെ അപേക്ഷിച്ച് അവയെ പ്രവർത്തിപ്പിക്കുന്നത് ബ്രഹ്മമാകുന്നു എന്ന് കിട്ടുന്നു. അതിനാൽ ബ്രഹ്മത്തിന് കാമങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ബ്രഹ്മം അനാപ്തകാമമല്ല. അതോ ന അനാപ്തകാമം ബ്രഹ്മ. നമുക്ക് എത്ര പേർക്ക് സാധിക്കും? നമ്മളങ്ങനെയൊക്കെ വൈരാഗ്യമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ആ വൈരാഗ്യം എത്ര കാലം നിലനിൽക്കും എന്നുള്ളതാണ്. സാധനാന്തര അനപേക്ഷത്വാച്ച. മാത്രമല്ല ബ്രഹ്മത്തിന് ഒരു വസ്തു ലഭിക്കണമെങ്കിൽ മറ്റു സാധനങ്ങളെയൊന്നും അപേക്ഷിച്ച് ലഭിക്കേണ്ടതല്ല. അതുകൊണ്ട് ബ്രഹ്മം അനാപ്ത കാമമല്ല. എന്നു മാത്രമല്ല മറ്റുള്ളവരുടെ കാമങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ്? അനാത്മഭൂതങ്ങളും ധർമാദി നിമിത്തങ്ങളുടെയും ആത്മാവിന് പുറമേയുള്ള കാര്യം, കരണം, മറ്റു സാധനങ്ങൾ ഇവയുടെ അപേക്ഷയുള്ളതുമാകുന്നു. നമുക്ക് ഒരു കാര്യം ലഭിക്കണമെങ്കിൽ അതിന് മറ്റു സാധനങ്ങളെ അപേക്ഷിച്ചാണ്. ഇപ്പോ നമുക്കിപ്പോ നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കണമെങ്കിൽ മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് നമ്മുടെ കാമം പൂർത്തിയാകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്കണമെങ്കിൽ പാൽപ്പായസം ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാം അതിനു വേണ്ട സാമഗ്രികളെല്ലാം തയ്യാറാക്കണം. എല്ലാം തയ്യാറാക്കി പാല് മേടിക്കണം, പഞ്ചസാര ഉണ്ടോ എന്ന് പരിശോധിക്കണം, പിന്നെ അരി ഉണ്ടോ, അതിന് പറ്റിയതായ അരി വേണം. സാധാരണ പാൽപ്പായസത്തിന് യോജിക്കുന്നതായ ഒരു അരി തിരഞ്ഞെടുത്ത് അത് ഇവിടെ ഇല്ലെങ്കിൽ അത് എവിടെ കിട്ടുമോ അവിടെ പോയി അന്വേഷിച്ച് വാങ്ങിച്ച് വരുമ്പോഴേക്കും സന്ധ്യയാവും. എന്നാൽ ഇന്ന് വേണ്ട, നമുക്ക് നാളെ ആവാം എന്നായി. അപ്പോ മറ്റു പല സാധനങ്ങളെയും സാധനാന്തരം മറ്റു പല കാര്യങ്ങളെയും ആശ്രയിച്ചാണ് നമ്മുടെ കാമങ്ങൾ പ്രവർത്തിക്കുന്നതും ആ കാമങ്ങളെല്ലാം തന്നെ പൂർത്തിയാകുന്നത്. സ്വാതന്ത്ര്യേണ. ഇന്ന് മഴ, നല്ല മഴയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നില്ല. അതാണ്. ഇങ്ങനെ അനുകൂലമായ അന്തരീക്ഷമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നത് സാധനാന്തര അനപേക്ഷം അന്യേഷാം അനാത്മഭൂതം ധർമാദിനിമിത്ത അപേക്ഷാഹ കാമാഹ. നമ്മുടെയൊക്കെ കാമം എന്ന് പറയുന്നത് അനാത്മഭൂതാഹ, അനാത്മഭൂതമാണ്. ധർമാദി നിമിത്തങ്ങൾ, ധർമ്മം അധർമ്മം എന്നിവയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതും കൂടിയുണ്ട്. ധർമ്മമുണ്ടെങ്കിൽ, ധാർമ്മികമായ കാമമാണെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടും. അധർമ്മമാണെങ്കിലോ
അത് പൂർത്തീകരിക്കപ്പെട്ടാലും തൽഫലമായി ഉണ്ടാകുന്ന ശിക്ഷ ഉണ്ടാകും. ഇതെല്ലാം കൊണ്ട് നമ്മുടെ കാമങ്ങളെല്ലാം അസ്വതന്ത്രമാണ്. എന്നാൽ ബ്രഹ്മമാകട്ടെ സ്വാത്മവ്യതിരിക്ത കാര്യകാരണ സാധനാന്തര അപേക്ഷാശ്ച തഥാ ബ്രഹ്മണ. നമുക്ക് സ്വാത്മവ്യതിരിക്ത, നമ്മിൽ നിന്നും ഭിന്നരായ, നമ്മിൽ നിന്നും വ്യത്യാസമുള്ളതായ മറ്റ് ആളുകളുടെ സഹായം, കാര്യകരണം, അവരുടെ സഹായത്തോടെ, സാധനങ്ങളിലൂടെ, അവരുടെ സഹായത്തോടെ, ഇതെല്ലാം സഹായങ്ങളാണ് വേണ്ടത്. കാര്യകരണ സാധനാന്തര അപേക്ഷാശ്ച. പാൽപ്പായസം വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു തളികയിൽ പാൽപ്പായസം ഒന്നും നിൽക്കുന്നതല്ല. ബ്രഹ്മത്തിന് വേണമെങ്കിൽ അത് സാധിക്കുന്നതാണ്. അതാണ് ജഗത് സൃഷ്ടി എന്ന് പറയുന്നത്. ഇച്ഛ മാത്രം പ്രഭോ സൃഷ്ടി എന്ന് പറയുന്നത്. ഇച്ഛ കൊണ്ട് മാത്രം പ്രഭുവിന് സൃഷ്ടിക്കാൻ സാധിക്കുന്നു, പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു. നമുക്ക് അങ്ങനെയല്ല. നമ്മൾക്ക് സാധ്യമായ വസ്തുതകളിൽ എല്ലാം തന്നെ ദുസ്സാധ്യമായത് അവിടെ ഇരിക്കട്ടെ, സാധ്യമായ വസ്തുതകൾക്ക് തന്നെ അനവധി മറ്റ് കാരണങ്ങളെയും മറ്റു വ്യക്തികളെയും ആശ്രയിച്ചാണ് ഈ കാമം, ഈ ആഗ്രഹം പൂർത്തിയാകുന്നത്. അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ കാരണത്വം സ്വതന്ത്രമാണ്. കാമയിതൃത്വം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ന തഥാ ബ്രഹ്മണഃ കിം തർഹി സ്വാത്മനോ അനന്യാഹ. ബ്രഹ്മത്തിന്റെ കാമങ്ങൾക്ക് കാരണമൊന്നും ആവശ്യമില്ല, നിമിത്താദികൾ ഒന്നും വേണ്ട, കാരണം വേണ്ട. അപ്പൊ ബ്രഹ്മത്തിൽ നിന്നും വേറെ ഉള്ളതല്ല. ഈ ബ്രഹ്മമാണ് ആഗ്രഹിച്ചത്. ബഹുസ്യാം, അതിലേക്ക് വരികയാണ്. ബഹുസ്യാം പ്രജായേ ഏതി എന്നുള്ളതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. തദേതദാഹ സോ അകാമയത. ആ ബ്രഹ്മം വിചാരിച്ചു, സോ അകാമയത, ഇങ്ങനെ ചിന്തിച്ചു. എന്താ? ബഹുസ്യാം പ്രജായേ ഏതി, ഞാൻ പലതായി ഞാൻ രൂപം കൊള്ളാം, ഞാൻ എന്നെ തന്നെ പലതായി ജനിപ്പിക്കാം എന്ന്. അതിന്റെ വ്യാഖ്യാനമാണ്, ഉപനിഷത്ത് ഭാഷ്യമാണ്. സ ആത്മാ യസ്മാത് ആകാശ സംഭൂത അകാമയത കാമിതവാൻ. ആ ആത്മാവ് എങ്ങനെയുള്ള ആത്മാവ്? ആകാശാദികൾക്ക് കാരണമായിട്ടുള്ളതായ ആത്മാവ് അകാമയത കാമിതവാൻ, ആഗ്രഹിച്ചു. ജസ്യ ജ്ഞാനമയം തപഃ എന്നൊക്കെ പറയാറുണ്ട്. അത് അവിടേക്കാണ് കൊണ്ടെത്തുന്നത്. കഥം ബഹുപ്രഭൂതം സ്യാം ഭവേയം, ഞാൻ പലതായി ഞാൻ ഉണ്ടാകാം. ബഹുപ്രഭുത്വം, ബഹുപ്രഭൂതം എന്ന് എങ്ങനെ എന്ന് ചോദിച്ചാൽ, മറ്റൊരു വസ്തുവിൽ പ്രവേശിക്കാതെ ഏകമായിരിക്കുന്ന ഈ വസ്തുവിന് ബഹുത്വം സംഭവിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, എനിക്ക് ജനിക്കണം എന്ന് കാമിച്ചു ആ ബ്രഹ്മം. ബഹുസ്യാം പ്രജായേയം. എങ്ങനെ? സാധാരണ അതിന് ഉദാഹരണം പറയുകയാണ്. കഥം ഏകസ്യ അർത്ഥാന്തരാനനുപ്രവേശേ ബഹുത്വം സ്യാദിതി ഉച്യത്തെ. എങ്ങനെയാണ് ഒരു വസ്തു മറ്റു വസ്തുക്കളിൽ പ്രവേശിക്കാതെ ബഹുവായി തീരുന്നത്, പലതായി തീരുന്നത് എന്ന് ചോദിക്കാം നിങ്ങൾക്ക്. ഉച്യത്തെ, അതിന് മറുപടി പ്രജായേയ ഉൽപദ്യേയ, ഞാൻ എന്നെ തന്നെ പലതായി ഉൽപ്പാദിപ്പിക്കാം. നഹി പുത്രോത്പത്തേരിവ അർത്ഥാന്തര വിഷയം ബഹുവചനം. ഇവിടെ തെറ്റിദ്ധരിക്കരുത്. ഒരാൾ പലതായി തീരുന്നത് എന്നുള്ളത് പുത്രോത്പത്തി കൊണ്ട് ഒരാൾ പലതായി തീരുന്നു എന്നതുപോലെ അല്ല, മറ്റൊരു വസ്തുവായിട്ട് പലതായി തീരുന്നതിനെ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരാൾ പുത്രന്മാരെ ജനിപ്പിക്കുന്നത് പോലെയല്ല പലതായിട്ട് തീരുന്നു, പല പുത്രന്മാരുണ്ടാകുന്നു. ആത്മാവൈ പുത്രനാമാസി എന്നൊക്കെ ശ്രുതി വേറെയുണ്ട്. ആ വ്യക്തി തന്നെ പലതായി ഇങ്ങനെ ജനിക്കുന്നു. പക്ഷേ പുത്രോത്പത്തി കൊണ്ട് ഒരാൾ പലതായി തീരുന്നത് പോലെ മറ്റൊരു വസ്തുവായിട്ട് പലതായി തീരുന്നതിനെ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടതായാണ്. പ്രജായേയ ഉത്പദ്യേയ നഹി പുത്രോത്പത്തേരിവ അർത്ഥാന്തര വിഷയം ബഹുവചനം. മറ്റു വസ്തുവായി തീരുന്നത് പുത്രന്മാരെ ജനിപ്പിക്കുന്നത് പോലെയല്ല, അങ്ങനെയുള്ള ഉൽപ്പത്തി അല്ല. കഥം തർഹി ആത്മസ്ഥാൻ
അഭിവ്യക്ത നാമരൂപാഭിവ്യക്തിയ ആത്മസ്ഥാന അഭിവ്യക്ത നാമരൂപ അഭിവ്യക്തിയ യഥാ ആത്മസ്ഥേ അനഭിവ്യക്തേ നാമരൂപേ വ്യാക്രിയേത്തെ തഥാ ആത്മസ്വരൂപ അപരിത്യാഗേനൈവ ബ്രഹ്മണഃ അപ്രവിഭക്ത ദേശകാലേ സർവാസു അവസ്ഥാസു വ്യാക്രിയേത്തെ തദേതത് നാമരൂപ വ്യാകരണം ബ്രഹ്മണോ ബഹുവചനം എന്ന്. വളരെ അർത്ഥവത്തായ വരികളാണ്. പല സന്ദർഭങ്ങളിലും പലരും ചർച്ച ചെയ്ത് പല രീതിയിൽ ഇതിനെ പല രീതിയിൽ എന്നല്ല, അവരവരുടെ യുക്തി അനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് ഈ ബ്രഹ്മത്തിൽ പ്രകടമാകാതെ നിൽക്കുന്ന നാമരൂപങ്ങളുടെ അഭിവ്യക്തി ശ്രദ്ധിക്കുക. നാമരൂപാത്മകം ജഗത്ത്. ജഗത്ത് എന്ന് പറഞ്ഞാൽ അതിന് നാമം രൂപമുണ്ട്, ഒരു പേരുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഒരു പേരും ഒരു രൂപവും. അപ്പൊ നാമരൂപാത്മകമായ ഈ ജഗത്ത് എവിടെയാണോ ഉള്ളതെന്ന് ചോദിച്ചാൽ ബ്രഹ്മത്തിൽ തന്നെ വെളിപ്പെടാതെ, പ്രകടമാകാതെ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നാമരൂപങ്ങളുടെ അഭിവ്യക്തിയെ, അവയുടെ വെളിപാടിനെ, അവയുടെ മാനിഫെസ്റ്റേഷൻ ഓഫ് ദിസ് യൂണിവേഴ്സ് വിത്ത് നെയിംസ് ആൻഡ് ഫോംസ്, അതിനെയാണ് ഇവിടെ ഈ പറയുന്ന ഈ അഭിവ്യക്തി എന്ന് പറയുന്നത്. അങ്ങനെ പലതായി തീരുന്നതിനെയാണ് ഇവിടെ. എന്നാൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നതും അഭിവ്യക്തമല്ലാത്തതും മാനിഫെസ്റ്റേഷൻ അല്ലാത്തതുമായ നാമവും രൂപവും അവ പുറത്തേക്ക് വരുമ്പോൾ അവ ആത്മസ്വരൂപത്തെ വിടാതെയാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് എല്ലാ അവസ്ഥകളിലും ദേശം കൊണ്ടും കാലം കൊണ്ടും ബ്രഹ്മത്തിൽ നിന്നും വേർപെടാതെയാണ് വ്യവഹരിക്കുന്നത്. സ്വകാരണമായ മൂലകാരണമായ ബ്രഹ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്നത് ഏതവസ്ഥയിലും ഏത് ദേശത്തിലും ഏത് കാലത്തിലും ബ്രഹ്മത്തിൽ നിന്നും വേർപെടാതെ നിൽക്കുന്ന നാമരൂപ അഭിവ്യക്തികളാണ് ഇവിടെ ഉണ്ടാകപ്പെടുന്നത്. അതാണ് ബഹുഭവനം എന്ന് പറഞ്ഞത്. അതിനെയാണ് ഇവിടെ ബഹു ഉത്പത്തി എന്ന് പറഞ്ഞത്. ഇങ്ങനെ നാമരൂപങ്ങൾ വ്യാകരിക്കുന്നതാണ്, വ്യവഹരിക്കുന്നതിനാണ് ബ്രഹ്മം പലതായി തീരുക എന്നുള്ളത്. അല്ലാതെ പുത്രോത്പത്തി പോലെയുള്ള ലൗകിക, നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരു പിതാവ് പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ അല്ല ബ്രഹ്മം ഈ ജഗത്തായി പരിണമിക്കുന്നത്, അല്ലെങ്കിൽ ജഗത്തായി പലതിനെ സൃഷ്ടിക്കുന്നത്. തന്നിൽ പ്രകടമാകാതെ നിൽക്കുന്ന നാമരൂപ അഭിവ്യക്തിയെ വ്യക്തമാക്കുന്നതിനെയാണ് ബഹുഭവനം എന്ന് പറയുന്നത്. ബഹുസ്യാം പ്രജായേതി എന്ന്. അതുകൊണ്ട് ഇവിടെ നിരവയവമായ ബ്രഹ്മത്തിന് വേറെ തരത്തിൽ, വേറെ വിധത്തിൽ ബഹുത്വമോ അല്പത്വമോ ഉണ്ടാകുന്നതല്ല. ശ്രദ്ധിക്കുക. ഈ ഇത്തരം ബഹുഭവനം ഉള്ളത് കൊണ്ട് ബ്രഹ്മത്തിന് അല്പമെങ്കിലും ന്യൂനത വന്നു പോകുമോ എന്ന് തെറ്റിദ്ധരിക്കരുത്. ബ്രഹ്മം പൂർണ്ണമാണ്. ഇങ്ങനെ പലതായി വ്യവഹരിക്കുന്നത് കൊണ്ട് ബ്രഹ്മം പലതായി തീരുമോ? ബ്രഹ്മം ഏകമാണ്, പലതല്ല. അതും വ്യക്തമാക്കി പറയുകയാണ്. അപ്പോ സ്വാത്മനോ കിം തർഹി സ്വാത്മനോ അനന്യാഹ നഹി പുത്രോത്പത്തേരിവ അർത്ഥാന്തര വിഷയം ബഹുവചനം കഥം തർഹി ആത്മസ്ഥാന അഭിവ്യക്ത നാമരൂപ അഭിവ്യക്തിയ യഥാ ആത്മസ്ഥേ അനഭിവ്യക്തേ നാമരൂപേ വ്യാക്രിയേത്തെ തഥാ ആത്മസ്വരൂപ അപരിത്യാഗേനൈവ ബ്രഹ്മണഃ. ബ്രഹ്മം ഒരിക്കലും തന്നിൽ നിന്നും മറ്റുള്ളവയെ ഉണ്ടാക്കുമ്പോൾ ഒരു തരത്തിലുള്ള ന്യൂനതയും ബ്രഹ്മത്തിന് ഉണ്ടാകുന്നതല്ല. ബ്രഹ്മം പലതായി മാറുന്നതുമല്ല. അതും ശ്രദ്ധിക്കുക. അപ്രവിഭക്ത ദേശകാലേ സർവാസു അവസ്ഥാസു വ്യാക്രിയേതേ തദേതത് നാമരൂപ വ്യാകരണം ബ്രഹ്മണോ ബഹുഭവനം ബഹുവചനം. അന്യഥ നിരവയസ്യ ബ്രഹ്മണോ
ബഹുത്വാപത്തിരുപപദ്യതേ അല്പത്വം വാ. ഇപ്പോ ഒരു ലഡു ഉണ്ട്, ആ ലഡു നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചാൽ ആ പൂർണ്ണം ഒരു ഒന്നായിരുന്ന ആ ലഡുവിന് ബഹുത്വമുണ്ട്, രണ്ടാകുന്നു. മാത്രമല്ല ന്യൂനതയും സംഭവിക്കുന്നു. അപ്പോ അത് വീണ്ടും വിഭജിച്ചാലോ ആ രണ്ടും നാലായിട്ട് മാറുന്നു അല്ലെ? അപ്പൊ കുറച്ചുകൂടി ന്യൂനത വന്നു ചേരുന്നു. സംഖ്യ കൂടുന്നു, ന്യൂനത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അല്ല ബ്രഹ്മത്തിന്റെ ബഹുവചനം. കാരണം നിരവയവസ്യ, ബ്രഹ്മത്തിന് അവയവങ്ങൾ ഇല്ലാത്തത് കൊണ്ട്. അവയവം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നാമരൂപാത്മകമായ ജഗത്തിനെല്ലാം അവയവങ്ങളുണ്ട്. ബ്രഹ്മം നിരവയവമാണ്. അതുകൊണ്ട് ബഹുത്വാപത്തി ന ഉപപദ്യത്തെ അല്പത്വം വാ. ബ്രഹ്മം ബഹുവായി മാറി, പലതായി മാറി എന്ന് പറയുമ്പോൾ പല എണ്ണത്തിലായി മാറി എന്ന് തെറ്റിദ്ധരിക്കരുത്. ബ്രഹ്മത്തിന്റെ താത്വികമായ ആ ഏകത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. അല്പത്വം വാ, ബ്രഹ്മം കുറഞ്ഞുപോയോ എന്നും തെറ്റിദ്ധരിക്കരുത്. യഥാ ആകാശസ്യ അല്പത്വം ബഹുത്വം ച വസ്തുവന്തരകൃതമേവ. ഇപ്പോ നമുക്ക് ഭൂമിയെ നമുക്ക് അളക്കാം. 10 സെന്റ് ഭൂമിയുണ്ട്. നമ്മുടെ ഭൂമിയുടെ മീതെ ഉള്ളതായ ആകാശത്തിനെ അളക്കാൻ കഴിയുന്നു? തൽക്കാലം പറയാം, ഇത്രയും ഭൂമിക്ക് മീതെയുള്ള ആകാശം എന്റേതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷികൾ പറക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും? ആകാശവും ഒന്നാണ്. ആകാശസ്യ അല്പത്വം ബഹുത്വം ച വസ്തു അന്തരകൃതമേവ. മറ്റു വസ്തുക്കളെ ആശ്രയിച്ചാണ്. ഇപ്പൊ ഒരു പാത്രത്തിന്റെ അകത്ത് ആകാശമുണ്ട്. അത് പാത്രം എന്ന ഉപാധി കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഈ മുറിക്കകത്ത് ആകാശമുണ്ട്, സ്പേസ് ഉണ്ട്. അത് ഈ മുറി എന്ന് പറയുന്ന 12-ന് 20 അല്ലെങ്കിൽ 20-ന് 12 എന്നുള്ള കണക്കിൽ വീതിയും നീളവും കണക്കാക്കി നിർമ്മിക്കപ്പെടുന്ന ഈ മുറിക്കകത്ത് ആകാശമുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇവിടത്തെ ആകാശം എന്ന് പറയുന്നത് ഏകമാണ്. താൽക്കാലികമായി ഇവിടെ ഈ മുറിക്കുള്ളിലുള്ള ആകാശം എന്ന് പറയാം, ഘടാകാശം എന്ന് പറയും, മഠാകാശം. അത് തന്നെ, മഠം എന്ന് പറഞ്ഞാൽ മുറി എന്നുള്ള അർത്ഥം. യഥാ ആകാശസ്യ അല്പത്വം ബഹുത്വം ച വസ്തു അന്തരകൃതമേവ. ഉപാധി കൊണ്ട് സംഭവിക്കുന്നതാണ്, കണ്ടീഷണലാണ് അത്. അതഃ തദ്വാരേണ ആത്മാ ബഹുഭവതി. അതുകൊണ്ട് നാമരൂപങ്ങളാകുന്ന ഉപാധികളിലൂടെയാണ് ആത്മാവ് ബഹുവായി തീരുന്നത്, പലതായി തീരുന്നു. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കുന്നു, നഹി ആത്മനോ അന്യത് അനാത്മഭൂതം തത് പ്രവിഭക്ത ദേശകാലം സൂക്ഷ്മം വ്യവഹിതം വിപ്രകൃഷ്ടം ഭൂതം ഭവത് ഭവിഷ്യത് വാ വസ്തു വിദ്യത്തെ. അതഃ നാമരൂപേ സർവാവസ്ഥേ ബ്രഹ്മണൈവ ആത്മവതി ന ബ്രഹ്മ തദാത്മകം തേ തത് പ്രത്യാഖ്യാനേ നസ്ത ഏവേതി തദാത്മകേ ഉച്യത്തെ. താഭ്യാം ഉപാധിഭ്യാം ജ്ഞാതൃജ്ഞേയ ജ്ഞാന ശബ്ദാർത്ഥാദി സർവ സംസാര വ്യവഹാരഭാഗ് ബ്രഹ്മ എന്ന ഈ ചർച്ച കുറച്ചുകൂടി സൂക്ഷ്മമാക്കി കൊണ്ടുപോവുകയാണ്. ആത്മാവിന്റെ ബഹുഭവനം എന്ന് പറഞ്ഞാൽ പലതായി തീരുക എന്നുള്ള അവസ്ഥ. പലതായി തീരുമ്പോഴും ആത്മാവ് ഒന്നായി തന്നെ നിൽക്കുന്നു. അതിന് ന്യൂനതയില്ല, അതിന് ബഹുത്വവുമില്ല. ആത്മാവ് ഏകമാണ്, ആത്മാവ് പൂർണ്ണമാണ്. അതിന് നാനാത്വം എന്ന് പറയുന്നത് ഉപാധികൃതമാണ് എന്ന്. ഓ, ആത്മാവിൽ നിന്ന് നഹി ആത്മനോ അന്യത് അനാത്മഭൂതം, ആത്മാവിൽ നിന്ന് ഭിന്നമായതും എന്നാൽ ആത്മാവല്ലാത്തതായും ദേശം കൊണ്ടോ കാലം കൊണ്ടോ ആത്മാവിൽ നിന്നും വേർപെട്ടതായുമുള്ള ഒരു വസ്തു സൂക്ഷ്മമായോ വ്യവഹിതമായോ ദൂരസ്ഥമായോ ഭൂതമായോ വർത്തമാനമായോ ഭവിഷ്യത്തായോ ഇല്ല. ബ്രഹ്മത്തിന്റെ ആ സർവവ്യാപകത്വത്തെ മനസ്സിലാക്കി തരികയാണ്. തത് പ്രവിഭക്ത ദേശകാലം സൂക്ഷ്മം വ്യവഹിതം വിപ്രകൃഷ്ടം ഭൂതം ഭവിഷ്യത്. അതായത് ആത്മാവിൽ നിന്നും വേർപെട്ടതായിട്ട് ഒരു വസ്തുവുമില്ല, ആത്മാവിൽ നിന്നും സൂക്ഷ്മമായ ഒരു വസ്തുവില്ല, ആത്മാവിൽ നിന്നും വ്യവഹിതമായി മറഞ്ഞിരിക്കുന്നതായ ഒരു വസ്തുവുമില്ല.
ആത്മാവിൽ നിന്നും ദൂരെ നിൽക്കുന്നതായ ഒരു വസ്തുവും ഇല്ല. അങ്ങനെ ഭൂതമായോ വർത്തമാനമായോ ഭവിഷ്യത്തായോ ഇല്ല എന്ന്. ഏതെല്ലാം രീതിയിലാണ് ആത്മാവിനെ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇത്തരം ഉദാഹരണങ്ങൾ പ്രത്യുദാഹരണങ്ങളിലൂടെയാണ്. നഹി ആത്മനോ അന്യത്, ആത്മാവിൽ നിന്ന് അന്യതായിട്ടുള്ളതാണല്ലോ, തോന്നുന്നതാണല്ലോ നാമരൂപാത്മകമായ പ്രപഞ്ചം. വാസ്തവത്തിൽ അത് പ്രവിഭക്ത ദേശകാലം സൂക്ഷ്മം വ്യവഹിതം വിപ്രകൃഷ്ടം ഭൂതം ഭവത് ഭവിഷ്യത് വസ്തു വിദ്യത്തെ. അപ്പോ ദേശം കൊണ്ടോ കാലം കൊണ്ടോ ആത്മാവിൽ നിന്നും വേർപെട്ടതായോ സൂക്ഷ്മമായോ വ്യവഹിതമായോ മറഞ്ഞിരിക്കുന്നതായോ ദൂരെ നിൽക്കുന്നതായോ സമീപത്ത് നിൽക്കുന്നതായോ, കാരണം ദൂരം സമീപം എന്ന് പറയുന്നതൊക്കെ ആപേക്ഷികമാണ്, റിലേറ്റീവ് ആണല്ലോ. അപ്പൊ അപേക്ഷ ബുദ്ധിയാണ് അതൊക്കെ. എൻ്റെ അടുക്കലുള്ളത് എൻ്റെ അവിടെ നിന്നും ദൂരത്തിലുള്ളത് എന്നുള്ളത് റിലേറ്റീവ് ആണ്. ദേശം കൊണ്ട് കാലം കൊണ്ടുള്ള ദൂരമുണ്ട്, ഭൂതം ഭാവി വർത്തമാനം എന്ന്. ഇങ്ങനെയുള്ളതായ ഒരു വസ്തുവുമില്ല, എല്ലാം ആത്മാവിൽ തന്നെ സംഗതമായിരിക്കുകയാണ്. അതഃ നാമരൂപേ സർവാവസ്ഥേ ബ്രഹ്മണൈവ ആത്മവതി ന ബ്രഹ്മ തദാത്മകം. അതുകൊണ്ട് ഏതവസ്ഥയിലും നാമരൂപങ്ങളെല്ലാം ബ്രഹ്മാത്മകങ്ങൾ തന്നെ, ബ്രഹ്മത്തിൻ്റെതായിട്ടുള്ളവയാണ് നാമരൂപാത്മകം. എന്നാൽ ബ്രഹ്മം നാമരൂപാത്മകമല്ല. ശ്രദ്ധിക്കുക. അതഃ നാമരൂപേ സർവാവസ്ഥേ ബ്രഹ്മണൈവ ആത്മവതി ന ബ്രഹ്മ തദാത്മകം ന ബ്രഹ്മ നാമരൂപാത്മകം. നാമവും രൂപവും ഉള്ളതല്ല ബ്രഹ്മം, പക്ഷെ നാമരൂപാത്മകമായ പ്രപഞ്ചം ബ്രഹ്മത്തിലാണ്. തേ തത് പ്രത്യാഖ്യാനേ നസ്ത ഏവേദി തദാത്മകേ ഉച്യത്തെ. എന്നാൽ ബ്രഹ്മം നാമരൂപാത്മകമല്ല. ബ്രഹ്മത്തെ ഉപേക്ഷിച്ചാൽ നാമവും രൂപവും ഇല്ലെന്നതുകൊണ്ട് ഈ നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ തന്നെ നിഷേധിക്കേണ്ടി വരും. ബ്രഹ്മത്തെ നിഷേധിച്ചാൽ നാസ്തി ബ്രഹ്മ, ബ്രഹ്മമില്ല എന്ന് പറഞ്ഞാൽ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തെ നിഷേധിക്കേണ്ടി വരും. അപ്പോ നാമരൂപങ്ങൾ ബ്രഹ്മാത്മകമാണെന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ അസ്തിത്വത്തെ ഉറപ്പിക്കാനാണ്. ഈ നാമരൂപങ്ങളാകുന്ന ഉപാധികളെ കൊണ്ടാണ് വാസ്തവത്തിൽ ജ്ഞാതാവ്, അറിയുന്നവൻ, ജ്ഞേയം, അറിയപ്പെടേണ്ട വസ്തു, ജ്ഞാനം, ആ പ്രോസസ്, ജ്ഞാതാവും ജ്ഞേയവും ആയിട്ടുള്ളതായ ബന്ധം, ജ്ഞാനം, മറ്റും എല്ലാവിധ വ്യവഹാരങ്ങളും ഉൽപ്പന്നമാകുന്നത്, ആസ്പദമായിട്ടുള്ള കാരണമായിട്ടുള്ളത്. താഭ്യാം ച ഉപാധിഭ്യാം, നാമരൂപം എന്ന ഈ ഉപാധികൾ കാരണമായിട്ടാണ് ജ്ഞാതൃ ജ്ഞേയ ജ്ഞാന ശബ്ദ അർത്ഥാദി സർവസംവ്യവഹാര ഭാഗ് ബ്രഹ്മ. ശബ്ദം, അർത്ഥം, ജ്ഞാതാവ്, ജ്ഞേയം, ജ്ഞാനം എന്നീ വ്യവഹാരങ്ങളെല്ലാം തന്നെ ശബ്ദ അർത്ഥാദി സർവ സംവ്യവഹാര ഭാഗ് ബ്രഹ്മ. എല്ലാ തരത്തിലുമുള്ള വ്യവഹാരങ്ങൾക്ക് ബ്രഹ്മം കാരണമാകുന്നത് നാമരൂപാത്മകമായ പ്രപഞ്ചത്തിലൂടെയാണ്. സ ആത്മാ ഏവം കാമഃ സൻ തപഃ തപ്യത. ഈ പറഞ്ഞ ആത്മാവ് ഏകമായ ആകാശാദി കാരണമായി നിൽക്കുന്നതായ സത്തായ ബ്രഹ്മ. ഇങ്ങനെ മേൽപ്പറഞ്ഞ പ്രകാരം വിവരണത്തിന് അർഹമായ ബ്രഹ്മം ഏവം കാമഃ സന് തപഃ അതപ്യത. ഏവം കാമഃ, ഇങ്ങനെ ആഗ്രഹമുള്ളവനായി, തപഃ അതപ്യത, തപസ്സനുഷ്ഠിച്ചു എന്നാണ്. തപ ഇതി ജ്ഞാനമുച്യത്തെ. തപസ്സെന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മത്തിന്റെ തപസ്സെന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം. യസ്യ ജ്ഞാനമയം തപഃ എന്ന് മുണ്ടകോപനിഷത്തിലുണ്ട്. ഇതി ശ്രുത്യന്തരാത്ത്. അപ്പോ ബ്രഹ്മം തപസ്സനുഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ ഏതോ കൊടുങ്കാട്ടിൽ കയറിയിരുന്നു, ഇങ്ങനെ വൃക്ഷത്തിന്റെ ചോട്ടിലിരുന്ന് മഹർഷിമാരൊക്കെ തപസ്സനുഷ്ഠിക്കുന്നത് പോലെ അല്ല ഇവിടെ തപസ്. യസ്യ ജ്ഞാനമയം തപഃ, ഇങ്ങനെ ചിന്തിച്ചു, അതാണ് തപസ്. ശ്രദ്ധിക്കുക, ഉപനിഷത്ത് എങ്ങനെയാണ് ഈ ഒരു ഇത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് ശ്രുത്യന്തരാത്. ആപ്തകാമത്വാച്ച ഇതരസ്യ അസംഭവ ഏവ തപസ. ബ്രഹ്മാവ് ആപ്തകാമനായതുകൊണ്ട്
വേറെ വിധത്തിലുള്ള തപസ്സൊന്നും സംഭവിക്കുകയുമില്ല. അതുകൊണ്ട് അങ്ങനെ ഉള്ള തപസ് ചെയ്ത് തപഃ അതപ്യത തപ്തവാൻ സൃജ്യമാണ് ജഗത് രചനാദി വിഷയാൻ ആലോചനാത്മകം അകരോത് ആത്മാ ഇത്യർത്ഥഃ. അപ്പോ ബ്രഹ്മത്തിന്റെ തപസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള തപസ് ചെയ്ത് സൃഷ്ടിക്കാൻ പോകുന്ന ജഗത്തിന്റെ രചന മുതലായവനെ സംബന്ധിച്ച് ആലോചിച്ചു. അതാണ് തപസ് എന്ന് കിട്ടും. സ ഏവം ആലോച്യ തപസ്തപ്ത്വ പ്രാണികർമാദിനിമിത്ത അനുരൂപമിതം സർവം ജഗത് ദേശതഃ കാലതഃ നാംനാ രൂപേണ ച യഥാനുഭവം സർവൈഃ പ്രാണിഭിഃ സർവാവസ്ഥൈഃ അനുഭൂയമാനം അസൃജതാ സൃഷ്ടവാൻ. ഇങ്ങനെ ആത്മാവ് പ്രകാരം ആലോചിച്ചതിന് ശേഷം പ്രാണികളുടെ കർമ്മങ്ങൾ മുതലായവ നിമിത്തങ്ങൾക്ക് അനുരൂപമായി അവരവരുടെ അനുഭവത്തിന് ഉചിതമായ ദേശത്തിലും കാലത്തിലും നാമത്തിലും രൂപത്തിലും എല്ലാ അവസ്ഥയിലുമുള്ള എല്ലാ പ്രാണികളാലും അനുഭവിക്കപ്പെടുന്ന ഈ ജഗത്ത്, പിന്നീട് വരാൻ പോകുന്നത്, ഈ ജഗത്തിൽ ഉൾപ്പെട്ട സർവത്തെയും സൃഷ്ടിച്ചു. അസൃജത സൃഷ്ടവാൻ. യദിദം കിഞ്ച യത് കിഞ്ചത് ഇതം അവശിഷ്ടം തത് ഇതം ജഗത് സൃഷ്ടുവ. ഈ ജഗത്തിൽ ഉൾപ്പെട്ട സർവത്തെയും സൃഷ്ടിച്ചു. അങ്ങനെയുള്ള ഈ ജഗത്തിനെ സൃഷ്ടിച്ചിട്ട് ശ്രദ്ധിക്കുക, കിമകരോത്, എന്ത് ചെയ്തു? തദേവ സൃഷ്ടം ജഗത് അനുപ്രാവിശത്. ആ സൃഷ്ടിക്കപ്പെട്ട ജഗത്തിൽ തന്നെ പ്രവേശിച്ചു. ആദ്യം കാമയുതൃത്വം എന്ന് പറഞ്ഞു. രണ്ടാമത് അനുപ്രവേശം. താൻ സൃഷ്ടിച്ച ജഗത്തിൽ തന്നെ ബ്രഹ്മം പ്രവേശിച്ചു. എങ്ങനെയാണ് ജഗത്ത് പ്രവേശിക്കുന്നത്? നമ്മളൊരു വീടിന്റെ വാതിൽ കൂടി മുമ്പോട്ട് അവിടെ കയറുന്നത് പോലെയാണോ? എന്താ? ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വിസ്തരിച്ച് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതോടുകൂടി ഇന്നത്തെ ഈ സത്സംഗം സമാപിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.